ഹലോ. അപ്പം നമ്മളിനി നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാം. നമ്മളുടെ 24ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. കോർപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. എന്താണ്? കോർപ്പറേറ്റ് ആൻഡ് പ്രോസ്പർ. അപ്പം ഈ ചാപ്റ്ററിൻ്റെ അകത്ത് ക്ഷീര കർഷകരെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നത്. ക്ഷീര കർഷകർ എന്ന് വെച്ചാൽ എന്താണ്? ഈ പശുക്കളൊക്കെ മേയിച്ച് അവർക്ക് അവരുടെ പാല് ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. ഓക്കെ, കാറ്റിൽ റിയറിങ് ഫാമേഴ്സ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് പണ്ട് പറയുന്നത് എന്താ വെച്ചാൽ പണ്ട് കാലത്തെ ക്ഷീര കർഷകരൊക്കെ നല്ല രീതിക്ക് അവർ ഒരുപാട് പാലൊക്കെ ഉൽപ്പാദിപ്പിച്ച് പശുക്കളെ കൊണ്ട് പാലൊക്കെ ഉൽപ്പാദിപ്പിച്ച് അവരതൊക്കെ കൊണ്ടുപോയി വിറ്റ് ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് പാല്. പക്ഷെ എന്നിരുന്നാലും അവർ ദരിദ്രരായിരുന്നു. എന്നിട്ടും അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിക്കപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. മുൻ കാലഘട്ടങ്ങളിൽ കന്നുകാലി കർഷകർ വലിയ അളവിൽ പാൽ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ടായിരുന്നെങ്കിലും വളരെയേറെ ദരിദ്രരായിരുന്നു. ഓക്കെ, പണ്ടൊക്കെ നമുക്കറിയാം, ഇപ്പോഴാണ് ഈ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ വന്നത്. പണ്ടൊക്കെ അധികം ഈ പശുക്കളെയൊക്കെ നോക്കി വളർത്തി അവരുടെ പ്രൊഡക്ട്സ് കൊണ്ട് ജീവിക്കുന്ന കർഷകരായിരുന്നു അധികം ഉള്ളത്. ഓക്കെ, പക്ഷേ എന്നിരുന്നാൽ അവർ ദരിദ്രരായിരുന്നു. ഒരുപാട് 1 ലിറ്റർ പാലൊക്കെ ദിവസവും കിട്ടും. ഒരു പശുവിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ലിറ്റർ പാലൊക്കെ കിട്ടും. എന്നിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാൽ അവർ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയും ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ കന്നുകാലി കർഷകരെ സഹായിക്കുവാനും അവരുടെ ഉന്നമനത്തിന് അവരെ ഒരുമിച്ച് സംഘടിപ്പിക്കുവാനായി തുടങ്ങിയ സഹകരണ സ്ഥാപനമായ അമൂൽ ഡയറിയുടെ 4 വഴികളാണ് ഈ പാഠഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ നമ്മളെ ക്ഷീര കർഷകരെ കന്നുകാലി കർഷകരെയൊക്കെ ഡെവലപ്പ് ചെയ്യാനും അവരെങ്ങനെയൊക്കെ അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാനൊക്കെയാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നത്. അത് ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മളുടെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഓക്കെ, ഈ സർദാർ വല്ലഭായ് പട്ടേൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ത്രിഭുവൻ ദാസ് പട്ടേലിനെ ചുമതലയേൽപ്പിച്ചു. ഈ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ത്രിഭുവൻ ദാസ് പട്ടേലെ ചുമതലയേൽപ്പിച്ചു. അപ്പോൾ ഈ ത്രിഭുവൻ ദാസ് പട്ടേൽ ഇതിനെ പറ്റിയൊക്കെ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ നമ്മളുടെ മിഡിൽ ക്ലാസ് മാൻ അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻ ഉണ്ടായിരുന്നു. ആ മിഡിൽ മാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കർഷകരെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയൊക്കെ തട്ടിപ്പറിക്കും. അതായത് അവർക്ക് വേണ്ടത്ര ലാഭം അവർക്ക് കൊടുക്കില്ല. അങ്ങനെയായിരുന്നു ഈ കർഷകരെ ലൈഫിനെ എഫക്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ കർഷകരെയൊക്കെ ഒരുമിച്ച് കോഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി അവരെന്ത് ചെയ്തു? ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി, ഒരു സഹകരണ സംഘം അവിടെ ഉണ്ടാക്കി. സഹകരണ സംഘം ഉണ്ടാക്കിയപ്പോൾ എന്താണ്? അവർക്ക് അവിടെ വേറൊരു മിഡിൽ മാൻ, ഒരു മധ്യത്തിൽ ഒരാൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഡയറക്റ്റായിട്ട് അവർക്ക് അവരുടെ പാലൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യാം. അവർക്ക് കിട്ടുന്ന ലാഭത്തെ അവർക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് എടുക്കാം. അപ്പം അങ്ങനെയായിരുന്നു ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയത്. അപ്പം നല്ല രീതിക്ക് ആ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് തുടർന്നുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വേറൊരു പ്രശ്നം നേരിടേണ്ടി വന്നത്. അതാണ് മുംബൈയിൽ ഒരു നല്ല സ്ഥാപനമായ ബ്രിട്ടീഷ് ക്ഷീരോഭിയുമായി മത്സരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അമേരിക്കയിൽ പരിശീലനം ചെയ്തൊരു യുവ എഞ്ചിനീയർ ആയിരുന്നു വർഗീസ് കുര്യൻ എന്ന മലയാളിയെ പുതിയ ചുമതല ഏൽപ്പിച്ചു. വർഗീസ് കുര്യൻ എന്ന് പറഞ്ഞ ഒരാളെ ചുമതല ഏൽപ്പിച്ചപ്പോൾ അയാൾക്ക് ഈ ത്രിഭുവൻ ദാസ് പട്ടേൽക്ക് അവരായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ ആ സ്ഥാപനം കുറച്ചും കൂടെ വിപുലീകരിച്ചു. എങ്ങനെ? കുറേ മെഷീൻസ് ഒക്കെ ഈ സാധാരണ നമ്മൾ പശുവിനെ കറക്കുക എങ്ങനെയാണ്? കൈയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അതിന് പകരം പല മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് ഒരുപാട് മെഷീനറീസും യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കി, കുറച്ചും കൂടെ മോഡേണൈസ്ഡ് ആക്കി. അപ്പോൾ എന്തായി? കുറച്ചും കൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കീഴിലായി പിന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ. അപ്പം ഈ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിക്കുകയും കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. ഡോക്ടർ കുര്യൻ വൈറ്റ് റവല്യൂഷൻ കേട്ടിട്ടുണ്ടോ? ധവള വിപ്ലവം, ധവള വിപ്ലവം നിർമ്മാതാവെന്ന് അറിയപ്പെട്ടു. കൂടാതെ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ പത്മശ്രീയും പത്മഭൂഷണും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ആര്? ഡോക്ടർ കുര്യനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ചാപ്റ്റർ പറയുന്നത് ഇതിനെ പറ്റിയാണ്. ധവള വിപ്ലവം എന്ന് വെച്ചാൽ വൈറ്റ് റവല്യൂഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ മെസ്സേജ് എന്താ? നമുക്ക് എത്ര
നമ്മൾ എത്ര കോപ്പറേറ്റ് ചെയ്യുന്നോ, കൂടി നിൽക്കുന്നോ, ഒരുമയുണ്ടെങ്കിൽ ഒലുക്കമേലും കിടക്കാന്ന് കേട്ടില്ല, അതുപോലെ കൂട്ടായി സഹകരിച്ചാൽ പ്രവർത്തിക്ക് വലിയ മൂലമുണ്ടെന്നാണ് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും സമൂഹങ്ങൾ സ്വയം പരിഹരിക്കുകയും ശാസ്ത്രവും സാങ്കേതികതയും ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുവാനും ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാനും വളർച്ചയിൽ വികസനത്തിനും നാടിനെ കൊണ്ടുവരാനും കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഇന്നോവേറ്റീവ് മെഷീനറീസിനെ ഒന്നും ഒഴിവാക്കരുത്. നമ്മൾ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയൊക്കെ നമ്മൾ കൂടെ പിടിക്കണം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിച്ചിട്ട് ഈ ഇന്ത്യയിലെ ദാരിദ്ര്യം ഒഴിവാക്കാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വലിയൊരു മെസ്സേജാണ് ഈ ചാപ്റ്റർ നമുക്ക് തന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ പിക്കിംഗ് ദ കറക്റ്റ് ചോയ്സ്. ഓക്കെ, കറക്റ്റ് ചോയ്സ് പിക്ക് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ദ ചീഫ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഓഫ് ദ ഫാമേഴ്സ് ഡിസ്കസ്ഡ് ഇൻ ദ അബവ് പാസേജ് വാസ് വീവിംഗ് ക്ലോത്ത്സ്, കാറ്റൽ റിയറിംഗ്, ഗ്രോയിങ് ഗുഡ് ക്രോപ്സ്, ട്രേഡിംഗ് ഇൻ ഷീപ്പ് ആൻഡ് അതർ കാറ്റൽ. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഏതാണ്? കാറ്റൽ റിയറിംഗ് ആയിരുന്നു, പശുക്കളെ മേയ്ക്കുക എന്നായിരുന്നു ഫസ്റ്റ് അവരുടെ ഫാർമേഴ്സിൻ്റെ ലൈവ്ലിഹുഡ്. ഫാമേഴ്സിൻ്റെ ലൈവ്ലിഹുഡ് ഏതായിരുന്നാണ് ചോദിക്കുന്നത് ഫസ്റ്റ് പാസേജിൻ്റെ അകത്ത്. കാറ്റൽ റിയറിംഗ് ആയിരുന്നു. വീവിംഗ് ക്ലോത്ത്സ് അല്ല, ഗ്രോയിങ് ഫുഡ് ക്രോപ്സ് അല്ല, ട്രേഡിംഗ് ഇൻ ഷീപ്പ് ആൻഡ് അതർ കാറ്റൽ അല്ല. ഓക്കെ, a second one, the narrator says the farmers in Gujarat worked very hard but they were always in want. The phrase always in want means ഈ ഫ്രേസിനെ always in want എന്ന ഫ്രേസിന് എന്താണ് മീൻ ചെയ്യുന്നതാണ്. അപ്പം 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. They could not make both end means. Their demands were never ending. They were greedy. They wanted to work harder and harder. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ദരിദ്രരായിരുന്നു. അവർക്ക് ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത് ഉത്തരം വരേണ്ടത്. ഓക്കെ, ദേ കുഡ് നോട്ട് മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. ഒരു ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ദ മണി ദേ ഏൺഡ് വാസ് നോട്ട് ഇനഫ് ടു മീറ്റ് ഈവൻ ദെയർ ബേസിക് നീഡ്സ്. അവർ ലാഭിക്കുന്ന, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അവർക്ക് അവരുടെ ബേസിക് നീഡ്സ് പോലും മീറ്റ് ചെയ്യാൻ അവർക്ക് സഹായിക്കുന്നില്ല. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, സർദാർ വല്ലഭായ് പട്ടേൽ വാണ്ടഡ് ടു ബ്രിങ് പ്രോസ്പെറിറ്റി ഇൻ ദെയർ ലൈഫ്സ്. ഹി പ്ലാൻ ടു ഡു സോ ബൈ A, beautifying their villages, B, giving them modern facilities, C, opening more schools, D, organizing them into a collective group which would do business collectively and share profit. അപ്പോൾ ഏതായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ എടുത്ത തീരുമാനം? 4ാമത്തേതാണ്, ഓർഗനൈസിങ് ദം ഇൻ ടു എ കളക്റ്റീവ് ഗ്രൂപ്പ്. അത് സഹകരണ സംഘം ഉണ്ടാക്കുക, എന്നിട്ട് ബിസിനസ് ഒക്കെ ഒരുമിച്ച് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ എല്ലാവരും കൂടെ വീതിച്ചെടുക്കുക, ഡിവൈഡ് ചെയ്തെടുക്കുക. ഓർഗനൈസിങ് ദം ഇൻ ടു എ കളക്റ്റീവ് ഗ്രൂപ്പ് വിച്ച് വുഡ് ഡു ബിസിനസ് കളക്റ്റീവ്ലി ആൻഡ് ഷെയർ ദ പ്രോഫിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രിഭുവൻ ദാസ് വാസ് എംപ്ലോയ്ഡ് ബൈ സർദാർ വല്ലഭായ് പട്ടേൽ ടു എ, train the villagers to preserve and market milk, B, check that they were not being cheated by middleman, C, organize them into a cooperative, D, to ensure that no one exploited to harass anyone. ഏതായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ എന്തിനെ ത്രിഭുവൻ ദാസിനെ ചുമതലയേൽപ്പിച്ചത്? എന്ത് നോക്കാനായിരുന്നു? ടു ഓർഗനൈസ് ദം ഇൻടു എ കോപ്പറേറ്റീവ്, സഹകരണ സംഘം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് ദ റോൾ ഓഫ് എ മിഡിൽ മാൻ? ഒരു മിഡിൽ മാൻ്റെ റോൾ എന്താ? മിഡിൽ മാൻ എന്ന് വെച്ചാൽ നടുവിൽ നിൽക്കുന്ന ആൾ. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരാൾ ഉണ്ടാക്കി അത് ഡയറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പേ ഒരു മിഡിൽ മാൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ഈ മിഡിൽ മാൻ വാങ്ങും, ആ മിഡിൽ മാൻ ആണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുക. അപ്പം ആ മിഡിൽ മാൻ്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. Middlemen are people who go between the producers and the consumers. ഈ കൺസ്യൂമേഴ്സിനെ പ്രൊഡ്യൂസിനെ നടുവിൽ നിൽക്കുന്ന ആളെയാണ് മിഡിൽ മാൻ എന്ന് പറയുക. They buy the produce from the poor farmers at very cheap rates and sell them the market at a huge profit. They often harass the poor farmers to force them to sell at cheaper price. അപ്പം ഇവരെന്താ ചെയ്യുക? ഈ മിഡിൽ മാൻ എന്താ ചെയ്യുക? ഈ ഫാമേഴ്സിൻ്റെ കയ്യിൽ ചീപ്പറായിട്ട് വില കുറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങും, എന്നിട്ട് വലിയ വിലയ്ക്ക് അത് മാർക്കറ്റിൽ വിൽക്കും. അങ്ങനെയാണ് ഈ മിഡിൽ മാൻമാർ പൈസയൊക്കെ ഉണ്ടാക്കണം. അങ്ങനെയാണ് ഈ ഫാമേഴ്സിനെ അവർ ചീറ്റ് ചെയ്യുന്നത്. അവർ ഉള്ള പൈസയെക്കാട്ടും കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ ഇവരെ പ്രേരിപ്പിക്കും, ഫാമേഴ്സിനെ പ്രേരിപ്പിക്കുന്നുണ്ട്.
ഓക്കെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് സർദാർ വല്ലഭായ് പട്ടേൽ വാണ്ട് ടു എലിമിനേറ്റ് ദ മിഡിൽ മാൻ? എന്തുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിന് മിഡിൽ മാൻ എലിമിനേറ്റ് ചെയ്യുന്നത് പറയുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ felt sorry to see the plight of the poor cattle rearing farmers who remained poor even though they worked so hard. അപ്പോൾ ഇവർ ഈ ഉണ്ടാക്കുന്നത് കുറച്ച് പൈസയ്ക്ക് മിഡിൽ മാന് കൊടുത്താൽ അവർക്കൊന്നും ഉണ്ടാവില്ല. അവർക്ക് ലാഭം കിട്ടണമെങ്കിൽ നല്ല പൈസയ്ക്ക് തന്നെ വിൽക്കണം. അവർ ഒരുപാട് ഫാമേഴ്സ് എത്ര കഷ്ടപ്പെട്ടിട്ടും അവർക്കൊന്നും ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ ലാഭിക്കാൻ ഒന്നും പറ്റുന്നില്ല. അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ പോലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അപ്പോൾ അത് സർദാർ വല്ലഭായ് പട്ടേലിന് ക്ലിയർ ആയിട്ട് മനസ്സിലായതിനെ കൊണ്ടാണ് ഈ മിഡിൽ മാൻ എന്ന് പറഞ്ഞ ആളെ അവിടെ ഒഴിവാക്കണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വൈ ഡിഡ് ഡോക്ടർ കുര്യൻ ഗിവ് അപ്പ് ഹിസ് ഗവൺമെന്റ് ജോബ്? എന്തുകൊണ്ടാണ് ഡോക്ടർ കുര്യൻ ഗവൺമെന്റ് ജോബ് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത്? For a bright man like Dr. Kurian, there was nothing very challenging or interesting in the government job. He wanted to do something which would make a difference to people's lives and create history. ഡോക്ടർ കുര്യൻ എന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അയാൾക്ക് ഒരു ഗവൺമെൻറ് ജോബിൽ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന അയാൾക്ക് അയാളുടെ കഴിവുകളെ ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് ആയിരുന്നില്ല ഗവൺമെൻറ് ജോബ്. അതുകൊണ്ടായിരുന്നു അയാൾ ഗവൺമെൻറ് ജോബ് ഉപേക്ഷിച്ച് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്തത്. ആൾക്കാരുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്നും ഒരു ചരിത്രം അവിടെ സൃഷ്ടിക്കണമെന്ന് അയാൾക്ക് തോന്നിയത് അതുകൊണ്ടാണ്. ഓക്കെ. നെക്സ്റ്റ്, അപ്പോൾ ഇനി നെക്സ്റ്റ് ട്രൂ ഓർ ഫോൾസ് ആണ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്, ഗിവ് റീസൺസ് ഇൻ സപ്പോർട്ട് ഓഫ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതുക. അതിൽ ഇൻ കേസ് ഫോൾസ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നും എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഡോക്ടർ കുര്യൻ വാസ് ഏബിൾ ടു ഫൈൻഡ് എ വേ ടു ചാലഞ്ച് ഹിസ് കോമ്പറ്റേറ്റർ ഇൻ ബോംബെ. ആൻസർ ട്രൂ ആണ്. ഡോക്ടർ കുര്യൻ അഷേർഡ് ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇൻ ഇന്ത്യ. ട്രൂ ആണ്. Okay, next, Dr. Kurian showed farmers how to increase their crop production using newer techniques. Okay, this is why he is called father of green revolution. Okay, ഇവിടെ ഡോക്ടർ കുര്യൻ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. Okay, next, Dr. Kurian kept a large part of the profit for himself as payment for his work, with the result that a farmer's condition never improved. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. കാരണം അയാൾ കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാ ഫാമേഴ്സിനും വീതിച്ചു കൊടുത്തിട്ടുണ്ട്, ഡിവിഡൻ്റ് ആയിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അയാൾ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടില്ല. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ഡോക്ടർ കുര്യൻസ് വിഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ദാറ്റ് അവർ കൺട്രിമാൻ ക്യാൻ ഗെറ്റ് ഗുഡ് ക്വാളിറ്റി ഓഫ് മിൽക്ക് ടു ഡ്രിങ്ക്. ട്രൂ ആണ്. അയാൾ കാരണം, ഡോക്ടർ കുര്യൻ കാരണമാണ് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പാല് നമുക്ക് ജനങ്ങളിലേക്ക് കിട്ടിയത്. നെക്സ്റ്റ്, ഇൻ ദിസ് ലെസൺ യു റീഡ് അബൌട്ട് ഹൗ ആൻഡ് വൈ ദ അമൂൽ കോപ്പറേറ്റീവ് ഡയറി വാസ് സെറ്റപ്പ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്. വാട്ട് ആർ ദ മെയിൻ ഐഡിയാസ് ഓൺ വിച്ച് ദിസ് കോപ്പറേറ്റീവ് ഈസ് ബേസ്ഡ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് പഠിച്ചത് അമൂൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചാണ്. അതിൻ്റെ ബേസിക് ഐഡിയയെ പറ്റി എഴുതാനാണ് ക്വസ്റ്റ്യൻ. അമൂൽ കോപ്പറേറ്റീവ് is based on a common goal or aim which the members of the cooperative cannot achieve as individuals. In the cooperative, some of the profits made by the organization are shared equally by members. ഇവിടെ കിട്ടുന്ന ലാഭം എല്ലാ മെമ്പേഴ്സും കൂടെ കറക്റ്റായിട്ട് വീതിച്ചാണ് എടുത്തത്. The cooperative makes profit because its members get a better price for the product than they would get if they were not members. They get a better price as members of cooperative because they agree not to sell in middleman and sell directly by the consumers. They cooperate and remain ununited. അവരെന്താ ചെയ്തത്? ഇതിൻ്റെ മെമ്പേഴ്സ് ഒരു മിഡിൽ മാൻ അവിടെ ഒഴിവാക്കി കളഞ്ഞു. എന്നിട്ട് അവർ തന്നെ ഡയറക്റ്റ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് സെല്ല് ചെയ്തു. എന്നിട്ട് സെല്ല് ചെയ്തിട്ട് അവർ കിട്ടുന്ന ലാഭം അവർ തന്നെ വീതിച്ചെടുത്തു. ഓക്കെ, അതാണ് ഈ അമൂൽ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് വാസ് സർദാർ വല്ലഭായ് പട്ടേൽസ് ഡ്രീം? എന്തായാലും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഡ്രീം എന്നാണ് ചോദിക്കുന്നത്. ഹൂ റിയലൈസ്ഡ് ഇറ്റ് ഫൈനലി? ആരാണത് അവസാനം മനസ്സിലാക്കിയത്? ഹിസ് ഡ്രീം വാസ് ടു ബ്രിങ് ദ ഫാമേഴ്സ് ടുഗെദർ ടു റിമൂവ് മിഡിൽമാൻ, ടു സേവ് ദ ഫാമേഴ്സ് ഫ്രം ഹറാസ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ടു ഡു സംതിങ് വിച്ച് വുഡ് റിമൂവ് ദ പോവർട്ടി ആൻഡ് ഗീവ് ദം എ സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകം. ഡോക്ടർ വർഗീസ് കുര്യൻ റിയലൈസ് ദ ഡ്രീം ഇവൻച്വലി. അപ്പം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഫാമേഴ്സിനെയൊക്കെ ഒരുമിച്ച് യുണൈറ്റ് ചെയ്ത് കൊണ്ടുവരിക, അവിടെ മിഡിൽ മാൻ ഒഴിവാക്കുക, എന്നിട്ട് അവർക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ട്
അവിടെ അവർക്ക് കിട്ടുന്ന ലാഭം ഒരുപോലെ വീതിച്ചെടുക്കുക എന്നൊക്കെയായിരുന്നു. എന്നിട്ട് അവരുടെ പോവർട്ടി ഒക്കെ ദാരിദ്ര്യമൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആഗ്രഹം. അപ്പോൾ ഡോക്ടർ കുര്യൻ, വർഗീസ് കുര്യനാണ് ഇത് ഫൈനലി റിയലൈസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ വാസ് ഡോക്ടർ കുര്യൻ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഇംപ്രൂവിങ് ദ ഫാമേഴ്സ് മോണിറ്ററി കണ്ടീഷൻ? എങ്ങനെയായിരുന്നു ഫാമേഴ്സ് മോണിറ്ററി കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്തത്? ഡോക്ടർ കുര്യൻ ഗോട്ട് ദ കാറ്റിൽ ഓണിംഗ് ഫാമേഴ്സ് ടുഗെദർ ആൻഡ് സെറ്റ് അപ്പ് ദ അമുൽ ഡയറി. ഹി എൻഷുർഡ് ദാറ്റ് ഫാമേഴ്സ് ഗോട്ട് എ ഹയർ പ്രൈസ് ഫോർ ദെയർ മിൽക്ക്. He also ensured that the cattle farmers got a share of profits made by dairy. Okay, അവരെന്താ ചെയ്തത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി, ഒരു സെറ്റപ്പ്, അമുൽ ഡയറി എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ഇത്ര ഹയർ പ്രൈസിന് സാധനം വിൽക്കണം, എന്നിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് ഒരേപോലെ ഷെയർ ചെയ്തെടുക്കണം. അങ്ങനെയായിരുന്നു ഫാമേഴ്സിൻ്റെ മോണിറ്ററി കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്തത്. നെക്സ്റ്റ്, വാട്ട് വാസ് ഡോക്ടർ കുര്യൻസ് ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂഷൻ ടുവാർഡ്സ് ഇറ്റ്സ് കൺട്രിമെൻ? ഡോക്ടർ കുര്യൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ഹി വാസ് ഏബിൾ ടു ബ്രിങ് ദ പുവർ ഫാമേഴ്സ് ടുഗെദർ ടു ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഹി സെറ്റ് അപ്പ് ദ ലാർജസ്റ്റ് ഡയറി ഇൻ ഇന്ത്യ. He improved the lives of cattle farmers and ensured that all his countrymen could now get plenty of good quality milk, butter, cheese and curds. ഇവരെന്താ ചെയ്ത്? ഡോക്ടർ കുര്യൻ എന്താ ചെയ്തത്? എല്ലാം അവരൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡയറി ഉണ്ടാക്കിയത് ഈ ഡോക്ടർ കുര്യനാണ്. പിന്നെ എന്ത് ചെയ്തു? സാധാരണ കർഷകർ, ക്ഷീര കർഷകരുടെ, കന്നുകാലി കർഷകരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവർ ഇൻക്രീസ് ചെയ്തു. പിന്നെ ബാക്കി ജനങ്ങൾക്കൊക്കെ നല്ല ഗുഡ് ക്വാളിറ്റി മിൽക്കും ചീസും ബട്ടറൊക്കെ കിട്ടുന്നുണ്ട്. ഡോക്ടർ കുര്യൻ എൻഷുർ ചെയ്തു. ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, നെക്സ്റ്റ്, വൈ ഈസ് ഹി കോൾഡ് ദ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ? എന്തിനാണ് ഡോക്ടർ കുര്യനെ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്ന് വിളിച്ചത്? വൈറ്റ് ഇസ് ദ കളർ ഓഫ് മിൽക്ക്. ധവള വിപ്ലവം എന്നാണ് പറയുക. കാരണം വൈറ്റ്, പാലിൻ്റെ നിറം വൈറ്റ് ആണ്, അതുകൊണ്ടാണ് വൈറ്റ് റെവല്യൂഷൻ എന്ന് പേരിട്ടത്. ഹി കോൾ ദ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ബിക്കോസ് വിത്ത് ഹിസ് ഐഡിയ ഹി വാസ് ഏബിൾ ടു എൻഷുർ എ വെരി ഹൈ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ഇൻ ദ കൺട്രി വിച്ച് വാസ് എ റിമാർക്കബിൾ ചേഞ്ച്. അപ്പം വൈറ്റ് റെവല്യൂഷൻ ഇടാൻ കാരണം എന്താണ്? പാലിൻ്റെ നിറം വെള്ളയായതുകൊണ്ടാണ്. പിന്നെ ടുഡേ ഇന്ത്യ ഈസ് റാങ്ക്ഡ് ഓൾമോസ്റ്റ് ദ ലീഡിങ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ കാണുന്നത്. നെക്സ്റ്റ്, ഹൗ വാസ് ഹി ഹോണർഡ് നാഷണലി ആൻഡ് ഇന്റർനാഷണലി ഫോർ ഹിസ് എഫേർട്സ്? എന്തൊക്കെ അവാർഡ്സ് ആണ് ഡോക്ടർ കുര്യന് കിട്ടിയത്? എന്തൊക്കെയാണ്? പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹി വാസ് ഓൾസോ അവാർഡ് ദ രാമൻ മെഗസെ അവാർഡ് വിച്ച് ഈസ് ഗിവൺ ഇന്റർനാഷണലി അദ്ദേഹത്തിന് വേറൊരു അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തതാണ് പത്മശ്രീയും പത്മവിഭൂഷണും. ഇന്റർനാഷണലി കിട്ടിയതാണ് രാമൻ മെഗസേസെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്തുള്ളത്. പിന്നെ ഗ്രാമറാണ്. ഗ്രാമറിൻ്റെ അകത്ത് പ്രൊനൗൺസ് ആണ് പഠിക്കുന്നത്. പ്രൊനൗൺസ് എന്ന് പറയുന്നത് നൗണിൻ്റെ കൂടെ ചേർന്നാണ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിംഗുലർ പേഴ്സണൽ പ്രൊനൗൺസും ഉണ്ട്, പ്ലൂറൽ പ്രൊനൗൺസും ഉണ്ട്. സിംഗുലർ പ്രൊനൗൺസ് എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്, ഐ, മീ, ഹിം ഒക്കെ സിംഗുലർ ആണ്. ഓക്കെ, പ്ലൂറൽ ആകുമ്പോൾ വി, അസ്, യു, ദം, ദേ, ദേർ, അതൊക്കെ പ്ലൂറലാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഞാൻ, നീ എന്നൊക്കെ ഉള്ളത് സിംഗുലർ, ഒറ്റയാളെ വിശേഷിപ്പിക്കുന്നതാണ്. വി, അസ്, യു, ദം, ദേ എന്നൊക്കെ ഉള്ളത് പ്ലൂറലാണ്, കുറേ ആൾക്കാരെ വിശേഷിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്തുള്ളത്. താങ്ക് യു.